ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്തെ 7ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ്സിൽ തോറ്റു. അന്ന് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിച്ച കുട്ടികളൊക്കെ അടുത്ത ക്ലാസ്സിലേക്ക് പോകും. ഞാൻ മീഞ്ചന്ത് സ്കൂളിലാണ് പഠിച്ചത്. അപ്പം നമ്മുടെ സ്കൂൾ ഹൈസ്കൂൾ വേറെ കോമ്പൗണ്ടിലാണ്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും ഹൈസ്കൂളിലേക്ക് പോയി. ഞാൻ മാത്രമാണ് തോറ്റത്. അപ്പം ഈ കുട്ടികൾ പോയി ഈ 6th സ്റ്റാൻഡേർഡിൽ നിന്ന് കുട്ടികൾ വരുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ ഞാനും ടീച്ചറും മാത്രം, ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ ക്ലാസ് റൂമിൽ ഞാനും ടീച്ചറും മാത്രം ഇരിക്കുന്നത്. അപ്പോൾ ടീച്ചർ എന്നോട് പറഞ്ഞു, നീ ശരിക്കും ജയിച്ചതാണ്, പക്ഷെ നിൻ്റെ ഉമ്മയുടെ ആവശ്യപ്രകാരമാണ് നിന്നെ തോൽപ്പിച്ചത്, നിന്നെ ഇവിടെ തന്നെ ഇരുത്തിയത് എന്ന്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, മീൻസ് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മളെ തോൽപ്പിച്ചത്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഉമ്മ അടുക്കള പണിക്ക് പോയിട്ടാട്ടോ ഞങ്ങളെ മക്കളെല്ലാവരെയും വളർത്തിയത്, 5 മക്കളെയും വളർത്തിയത്. അപ്പോൾ അന്നത്തെ കാലത്ത് നമുക്ക് ഹൈസ്കൂൾ ലെവലിൽ ഉച്ചഭക്ഷണമൊന്നും കിട്ടില്ല. അത് കൂടാതെ തന്നെ നമുക്ക് ഓരോ വെക്കേഷനിലും, ഇപ്പം ഓണം വെക്കേഷൻ, ക്രിസ്മസ് വെക്കേഷൻ, ഇങ്ങനത്തെ വെക്കേഷനിലൊക്കെ നമ്മൾ വീട്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 kg അരി കിട്ടും. ഈ അരി കൊണ്ടുപോകുമ്പോൾ അത്രയും നമുക്ക് ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടുമല്ലോ. അപ്പം ഇതൊക്കെ ഒരു വർഷം കൂടെ കിട്ടിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഉമ്മ എന്ത് ചെയ്തത്? എന്നെ തോൽപ്പിച്ചത്. അപ്പം ഇതൊക്കെ കേട്ട് ഞാൻ ആകെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ 6th സ്റ്റാൻഡേർഡിൽ നിന്ന് കുട്ടികളൊക്കെ വന്ന് ഒക്കെ കഴിഞ്ഞപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇനി ഈ ക്ലാസ്സിലെ ലീഡർ ഞാനാണെന്ന് പറഞ്ഞു. അപ്പം ഞാനാകെ ഞെട്ടിയോ, എനിക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ ക്ലാസ് ലീഡർ ആക്കാൻ പറ്റും. അങ്ങനെ എന്നെ ക്ലാസ് ലീഡറായിട്ട് തിരഞ്ഞെടുത്തു. പക്ഷേ എൻ്റെ ലൈഫിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ 7th സ്റ്റാൻഡേർഡ് മുതൽ ഡിഗ്രി ഫൈനൽ ഇയർ വരെ ഞാനായിരുന്നു ക്ലാസ് ലീഡർ. അത് കൂടാതെ പിന്നെ ഞാൻ PG നമ്മൾ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് പഠിച്ചത്. അന്ന് ആ സമയത്ത് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് വേണം, കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരാൾ വേണം. അതും ഞാനായിരുന്നു ചെയ്തിരുന്നത്. മീൻസ് ഫുൾ ഡേ ലീഡർ അല്ലെങ്കിലും ഗ്രൂപ്പെല്ലാം കോർഡിനേറ്റ് ചെയ്ത് മൊത്തം എല്ലാ കുട്ടികളുടെ നമ്പറൊക്കെ കളക്ട് ചെയ്ത് ഗ്രൂപ്പ് ഉണ്ടാക്കി അങ്ങനെ മൊത്തം കോർഡിനേറ്റ് ചെയ്ത്. അപ്പം നോക്കുമ്പോൾ ജസ്റ്റ് അവിടെയും ഞാൻ തന്നെയായിരുന്നു ലീഡർ. ഇപ്പം ലാസ്റ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലും ഞാൻ തന്നെയാണ് ലീഡർ. അപ്പം ചില തോൽവികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരിക്കലും ആ സമയത്ത് ആലോചിക്കില്ലല്ലോ, എന്താണ് ഇപ്പം ഞാൻ തോറ്റുപോയില്ലേ, അങ്ങനെയൊക്കെയല്ലേ സങ്കടപ്പെട്ടിട്ടല്ലേ ഇരിക്കുക. പിന്നീട് ഒരുപാട് കാലങ്ങൾക്ക് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാവുക ചില തോൽവികൾ എന്താണ്, അത് നമ്മുടെ ലൈഫിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടുണ്ട് എന്നുള്ളത്. അപ്പം ആ ഒരു തോൽവിയോട് കൂടെ ഞാൻ ഒരു ലീഡർഷിപ്പ് സ്ഥാനത്തിലേക്ക് എത്തി. അതുകൂടാതെ ഞാൻ എപ്പോഴും ചോദിക്കും, ഇപ്പം എനിക്ക് കിട്ടിയ സുഹൃത്തുക്കളെ ഒരു പക്ഷെ ഞാൻ ജയിച്ചു പോയിട്ടുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഗ്യാങ് ചിലപ്പോൾ വേറെ ആയിരുന്നേ. പക്ഷേ ഇപ്പം ഇത് തോറ്റു പോയത് കൊണ്ട് എനിക്ക് കിട്ടിയ അത്രയും പ്രഷ്യസ് ആയിട്ടുള്ള കുറേ ബന്ധങ്ങളുണ്ട്, അതൊന്നും എനിക്ക് കിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തോൽവിയിലും നമ്മളെ ലൈഫ് നമുക്ക് വേണ്ടി കാത്തു വെക്കുന്ന എന്തോ ഒരു സംഭവം ഉണ്ടാവും. പക്ഷെ അത് നമുക്ക് അറിയാൻ എന്ത് ചെയ്യും? ചിലപ്പം കുറച്ച് സമയം കഴിയുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ലേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും നമ്മുടെ പരാജയത്തിൻ്റെ രുചി നമ്മൾ എന്തറിയും? നല്ല രീതിയിൽ നല്ല ബെനിഫിറ്റോട് കൂടെ നമുക്കത് തിരിച്ച് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു പരാജയത്തിലും എന്ത് ചെയ്യരുത്? തളരരുത്.